ഇങ്ങനെ മോശം കമന്റ് പറയുന്നവർക്ക് ഒരു മറുപടി കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും അത്? എത്ര പേർക്ക് കൊടുക്കും? ഒന്ന്, അവരുടെ മനോരോഗം. രണ്ട്, അവർ മനസ്സിലാക്കേണ്ടത് അവരാരും ഒറ്റയ്ക്ക് ജനിച്ചവരല്ല. അവർ ജനിച്ചതൊരു അമ്മയുടെ വയറ്റിൽ നിന്നും ജനിപ്പിച്ചതൊരു അച്ഛനുമാണെന്നുള്ള ബോധമുള്ളവര്. വളരെ ഡൗൺ ആയ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത് കുഞ്ഞിന് എക്സാം ആയിരുന്നു. അപ്പം രാത്രിയിൽ മുതൽ പിറ്റേ ദിവസം പരീക്ഷ തീരുന്ന സമയം വരെ നമ്മളിത് കാണിക്കാതെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം മരിച്ച് മോർച്ചറിയിൽ വെച്ചിരിക്കുക. എക്സാം കഴിഞ്ഞിട്ട് ടീച്ചർ വിളിച്ചിറക്കി വണ്ടിയിൽ കൊണ്ടുവന്നാണ് ഈ വിവരം പറയണത്. സ്ക്രീനിന് മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്ന പോലെ അല്ല അത്. അതൊരു നിർണായകമായ അവസ്ഥയാണ്. ജയിച്ചവരെക്കാൾ കൂടുതൽ തോറ്റവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു വലിയ പുസ്തകം പഠിച്ചിറങ്ങുന്ന എഫക്റ്റ് ഉണ്ടാവും തോൽവിയിൽ നിന്ന്. ഇപ്പം മേഘ മുമ്പേ ചോദിച്ചില്ലേ, ചേച്ചി ഈ സിറ്റുവേഷൻസിലും എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ? സിംപിളി ഇത്രേ ഉള്ളൂ. ഒന്ന്, ചാഞ്ഞിരിക്കാൻ എനിക്ക് തോളില്ല. ഞാൻ തനിയെ ജീവിച്ചേ പറ്റുള്ളൂ. എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എൻ്റെ മക്കൾ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യവും എൻ്റെ ഏറ്റവും വലിയ ബലവുമാണ്. നമ്മളെ വിശകലനം ചെയ്യുന്നവർക്കും നമ്മളെ മോശമാക്കി സംസാരിക്കുന്നവർക്കും നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കും ഒക്കെ എനിക്ക് പറയാനുള്ളത്, എല്ലാ മനുഷ്യരും ഭയങ്കര മോശമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരാണ്. നമ്മൾ എന്ത് പ്രശ്നം വന്നാലും തളർന്നു പോവാതെ നേരിടാൻ മുന്നോട്ടിറങ്ങണം എന്ന് പഠിപ്പിച്ചത് അച്ഛനാണ്. നമ്മുടെ കൂടെയുള്ള സിനിമ സീരിയൽ രംഗത്ത് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു നടിയാണ്. Along with that, she is also an entrepreneur and a single mother to 2 children. So let's welcome Uma Nair to the show. Uma ചേച്ചി, ഹായ്. ഞാനിപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതല്ലാതെ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, കുറേ പേരുടെ ഇൻസ്പിറേഷനാണ്. അപ്പോൾ ചേച്ചി സ്വന്തമായിട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കും? പ്രതിസന്ധികൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എല്ലാവർക്കും ഡേ ബൈ ഡേ വന്നുകൊണ്ടേയിരിക്കും. അതിനെ ഓവർകം ചെയ്യാൻ നമുക്കല്ലാതെ വേറൊരാൾക്കും പറ്റില്ല. നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്, ആരിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓവറായിട്ടൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴോ കുറേ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓവർ എക്സ്പെക്റ്റേഷൻസ് വരുമ്പോഴാണ് നമ്മളെപ്പോഴും ഡൗൺ ആയി പോകുന്നത്. അപ്പോഴാണ് നമുക്ക് തിരിച്ചു കയറാൻ പറ്റാത്തത്. അപ്പം അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാലിൽ നിൽക്കാൻ മാക്സിമം ശ്രമിക്കാം. മാക്സിമം. ചേച്ചിക്ക് ആ ഒരു കാര്യത്തിൽ സക്സസ് ആണെന്ന് തന്നെ തോന്നുന്നില്ലേ? ഓൾമോസ്റ്റ്. കംപ്ലീറ്റ് എന്ന് പറയാൻ നമുക്കാവില്ലല്ലോ, ഒരിക്കലും ഒന്നും കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നിതുവരെ, നാളേക്കുള്ളത് അറിയില്ല, ഇന്നിതുവരെ ഒരു വിധം കംപ്ലീറ്റ് സക്സസ് അല്ല, ഒരു വിധം. ശരിക്കും കുറേ പേരുടെ ട്രൂ ഇൻസ്പിറേഷൻ. ഒരു സെൽഫ് മെയ്ഡ് വുമൺ എന്ന് പറയുമ്പോൾ ഭയങ്കര എല്ലാവരും നോക്കി കാണുന്ന ഒരു ആക്ട്രസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ കൂടെ തന്നെ കുറേ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ചേച്ചിക്ക് തന്നെ സ്പെഷ്യൽ എന്ന് തോന്നിയത്, ഒരു പ്രൗഡ് ഫീൽ തോന്നിയ ആ ഒരു റോൾ അല്ലെങ്കിൽ ക്യാരക്ടർ എന്തായിരിക്കും? അത് സൂര്യ TV പ്രക്ഷേപണം ചെയ്ത ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട്. ഇന്ദുലേഖ. അത് ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്ത ഒരു ക്യാരക്ടറാണ്. ബാക്കി എല്ലാ ചെയ്ത ക്യാരക്ടേഴ്സെല്ലാം നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്, എൻജോയ് ചെയ്ത ക്യാരക്ടേഴ്സാണ്, എല്ലാമാണ്. പക്ഷേ ഇന്ദുലേഖയിലെ ചേച്ചിയമ്മ, അത് ഇപ്പോഴും എന്നെ ഒരുപാട് പേര്, എന്നേക്കാൾ പ്രായമുള്ളവർ പോലും എന്നെ ചേച്ചിയമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്. അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ കഥാപാത്രത്തിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം അമ്മയുടെ കഥാപാത്രമാണ് കിട്ടുന്നെങ്കിൽ ആ ഒരു റോൾ ആണെങ്കിൽ പോലും 3 സീരിയൽ എടുത്തു കഴിഞ്ഞാൽ 3 രീതിയിലായിരിക്കും അത് അവതരിപ്പിക്കുന്നത്. അതുപോലത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു നടിയാന്ന് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. താങ്ക് യു. ഒരു വേഴ്സറ്റാലിറ്റി അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന. താങ്ക് യു. ഇതിന്റെ ഒപ്പം തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഹസ്ബൻഡിന്റെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളെ ഒറ്റയ്ക്ക് സിംഗിൾ പേരന്റ് ആയിരുന്നു. അപ്പം കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അവരെ വളർത്തി ഇപ്പം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു നല്ല പഠിത്തമൊക്കെ അവരുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഒരാൾ +2 പിന്നെ ഒരാൾ ഡിഗ്രി കഴിഞ്ഞ് MBAക്കും ചേർന്നു. അപ്പം ആ ഒരു ബേസിക് നമ്മൾ നർച്ചർ ചെയ്യേണ്ട ഒരു പ്രായം കഴിഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരുടെ ഈ ഒരു പ്രോസസ്സിൽ നിന്ന് സ്വന്തം കരിയറിൽ അല്ലെങ്കിൽ സ്വന്തം വർക്കിൽ കുട്ടികൾ എത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ചേച്ചി? ഇൻസ്പയർ ചെയ്തതിനേക്കാൾ കൂടുതൽ ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എല്ലാവരും പറയും ഒരു സ്ത്രീയുടെ പിന്നിൽ ഒരു പുരുഷനും ഒരു പുരുഷൻ്റെ പിന്നിൽ ഒരു സ്ത്രീയും സ്ട്രോങ് ആയിട്ട് വരുമ്പോഴാണ് കംപ്ലീറ്റ് സക്സസ് ആവുക. അതൊരു പരിധി വരെ അങ്ങനെയാണ്. എനിക്കും എൻ്റെ അച്ഛൻ ഭയങ്കര ഒരു ബാക്ക് സപ്പോർട്ടായിട്ടുള്ള ആളായിരുന്നു. സോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ 2 മക്കളും സാധാരണ ഒരുപാട് കുടുംബജീവിതത്തിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന കാര്യം തന്നെയായിരുന്നു. ഭയങ്കര സ്പെഷ്യൽ എന്നൊന്നും പറയാനില്ല. എല്ലാവരും ഈ ലോകത്തിൽ എടുത്തു നോക്കുമ്പോൾ നമ്മളെക്കാൾ
ഒത്തിരി ദയനീയമായ അവസ്ഥയിൽ പോകുന്ന ഒരുപാട് പേരുണ്ടാകും. പക്ഷേ എൻ്റെ ഈ വർക്കിനെ വളരെ രാവിലെ എഴുന്നേറ്റ് പോവുക, ഒരുപാട് രാത്രിയിൽ വരിക, പലപ്പോഴും അവരുടെ കാര്യങ്ങളിൽ മനഃപൂർവ്വമല്ലാതെ നമുക്ക് ചിലപ്പോൾ അവർക്ക് സന്തോഷം തരുന്ന ചില മൊമെൻറ്റുകളിൽ നമ്മൾ ഉണ്ടാവാറില്ല, അല്ലെ അവരുടെ അക്കാഡമിക്കലി ഉള്ള കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ ഉണ്ടാവാറില്ല. അങ്ങനെ കുറേ മൊമെൻറ്റ്സുകൾ ഉണ്ട്. പിന്നെ ഒന്നല്ല, എൻ്റെ മോന് ഏറ്റവും ഇഷ്ടം ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ അവന് ഇഷ്ടമുള്ള ആഹാരമൊക്കെ വെച്ച് കൊടുത്ത് അവൻ വരുമ്പോൾ അവൻ ഒരുപാട് ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു ക്യാരക്ടറൊന്നുമല്ല. പക്ഷെ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അമ്മ വീട്ടിലുണ്ടാവുക, അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ ഇഷ്ടം, അത് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു കാര്യമായിട്ട് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, തോന്നിയിട്ടുണ്ട്. അപ്പം അതൊക്കെ അവർ എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടിയിട്ട് അവർക്കറിയാം ഞാനൊരു സിംഗിൾ മദറാണ്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യണം. പരാതികൾ പറയാതെ ഉള്ളിലൊതുക്കുന്ന 2 കുഞ്ഞുങ്ങളാണ്. പലപ്പോഴും അവർ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർ കാണിക്കുന്നത് പോലെ എനിക്ക് വിഷമമാവെന്ന് വിചാരിച്ചിട്ട് കാണിക്കില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയ സപ്പോർട്ടല്ലേ. അവരെവിടെയെങ്കിലും എന്നെ ഒന്ന് ഹേർട്ട് ചെയ്താൽ ചിലപ്പോൾ ഞാൻ ഡൗൺ ആയി പോകുമല്ലോ. സത്യം, ശരിക്കും അത് അവരുടെ ഒരു വലിയ മനസ്സാണ്. കുട്ടികളും അതുപോലെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ശരിക്കും നമുക്ക് ഇങ്ങനെ ഇപ്പം എല്ലാവരും ചോദിക്കും, ഉമ അഭിനയിക്കാൻ പോകുന്നു, ഉമ ബിസിനസ് ചെയ്യുന്നു. ബിസിനസ്സിലൊക്കെ ഞാൻ 100 എണ്ണം ചെയ്താൽ 99 തോറ്റു പോകും കേട്ടോ. അപ്പം അതൊക്കെ സംഭവം. പക്ഷെ ഈ തോൽക്കാനും ജയിക്കാനും ഒക്കെ ശ്രമിച്ചാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ശ്രമിക്കാൻ നമുക്ക് ഇതിനിടയിൽ സമയം ഉണ്ടാക്കിയെടുക്കണം. നമ്മളെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ അതിലെല്ലാം ഈ കുഞ്ഞുങ്ങളുടെ സപ്പോർട്ട് ചെറുതല്ല. അവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. സമയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കരിയറിൽ ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. അതിൻ്റെ കൂടെ ഫ്രീ ടൈം കിട്ടുമ്പം ഈ കുട്ടികളുടെ കൂടെ എങ്ങനെയാണ് പ്രൊഡക്റ്റീവായിട്ട് ഒരു ഗോ ടു ആക്ടിവിറ്റി എന്തായിരിക്കും അവരുടെ കൂടെ എപ്പോഴും ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? ആക്ച്വലി പിന്നെ മോള് സിനിമയ്ക്കൊക്കെ വരും. മോള് കൂടുതൽ കറങ്ങാനും ഫുഡ് കഴിക്കാനും കൂടെ. അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് നോക്കിയറിയായിരിക്കും, അവൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ നിൽക്കും. പക്ഷെ മോൻ അങ്ങനെയല്ല. അവന് ഏറ്റവും ഇഷ്ടം ഞാൻ വീട്ടിലുണ്ടാവുക എന്നുള്ളതാണ്. വീട്ടിനകത്തുണ്ടാവുക, അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. അവൻ വരുമ്പോൾ കുറച്ച് സമയം വീടിനകത്തിരുന്ന് ടി വി ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുക. അത് വീടിൻ്റെ അകം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മോൻ. മോള് തിരിച്ചാണ്. വീടിനകത്താണേലും പുറത്താണെങ്കിലും അവൾക്ക് എൻ്റെ ഒപ്പം കൂടുതൽ സമയം കിട്ടിയാൽ ഓക്കെ. ഇപ്പം ബുഡ്ബി ഉള്ളതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ സമയം അവളോട് സ്പെൻഡ് ചെയ്യുന്നു ഇപ്പോൾ റീസെൻ്റായിട്ട്. ഈ റൂമറിലേക്ക് വരികയാണെങ്കിൽ കുറേ റൂമർ കേട്ട് കാണും. ഇപ്പം സ്ട്രൈക്കിംഗ് ആയിട്ട് കൊള്ളാം കേട്ടതിൽ ഉള്ളതിൽ ബെറ്റർ എന്ന് തോന്നിയ ഒരു റൂമർ എന്തായിരിക്കും? ആക്ച്വലി റൂമറിനേക്കാൾ എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഭയങ്കര വിഷമവും പേടിയും ഉള്ളൊരു മേഖലയായിരുന്നു ഒരു സമയത്ത്. എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, സത്യവിരുദ്ധമായിട്ട് മാത്രം സംസാരിക്കുക, അതിനെ എടുത്തു വെച്ച് ഇങ്ങനെ ഒരുപാട് പേര് സംസാരിക്കുന്നു. അതിന് താഴെ നമ്മളെ അറിയാൻ വയ്യാത്ത മനുഷ്യർ വന്ന് നമ്മളെക്കുറിച്ച് ഏറ്റവും മോശമായി സംസാരിക്കുന്നു. ഭയങ്കര ഹേർട്ടിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ആ സമയം എനിക്ക് ഓവർകം ചെയ്യാൻ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഓവർകം ചെയ്യാൻ ഞാൻ ശരിക്കും വിഷമിച്ചിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എൻ്റെ അച്ഛനും അമ്മയും ഫാമിലി എല്ലാം എനിക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഞാൻ ഓവർകം ചെയ്തത്. പക്ഷേ അതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ, യൂട്യൂബിലെ ഒന്നും ഞാൻ എടുത്ത് നോക്കാറില്ല. ഒന്നും പർപ്പസ്ഫുള്ളി നോക്കില്ല. ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും. ഇനി ആരെങ്കിലും ഭയങ്കര നോട്ടഡായിട്ട് ഇത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്യും, അതെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ലിങ്ക് ഇട്ടിട്ടോ ഒക്കെ. അപ്പോൾ അത് ചിലപ്പോൾ നോക്കും. അതല്ലാണ്ട് ഞാൻ യൂട്യൂബ് ഇത്തരത്തിലുള്ള ഒന്നും നോക്കില്ല. അത്രയും ഞാൻ ഇൻസ്റ്റഗ്രാം നന്നായിട്ട് നോക്കുന്ന ഒരാളാണ്. വേറെ ഒരു സോഷ്യൽ മീഡിയയും അത്ര കണ്ട് ഞാൻ നോക്കാറില്ല. കമൻസിന് റിയാക്ട് ചെയ്യാറുണ്ടോ? ആ സമയത്ത് വേദനിച്ചിരുന്നു. ഈ കുറച്ച് സമയത്തിന് മുൻപ് വരെ ചില കമൻസിനൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി അവർക്കിതൊരു തൊഴിലാണ്. അവർ ചിലപ്പോൾ ഫ്രീ ടൈമിൽ ഇരുന്നിട്ട് അറിയാൻ വയ്യാത്തവരെ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, പല ആൾക്കാരുടെയും ഒരു വാർത്തയോ അല്ലെങ്കിൽ ഒരു കാര്യം, ഇവളേതാ അല്ലെ ഇവൻ ഏതാന്ന്, ഇവർ ഈ ലോകത്തല്ല ജീവിക്കുന്നതെന്നുള്ളതിൻ്റെ, ഈ ലോകത്ത് എല്ലാവർക്കും ഒരേ ഹൈപ്പിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പ് ആൻഡ് ഡൗൺസ് ഒരുപാട് പേർക്കുണ്ടാവും, ക്രൈറ്റീരിയ കുറേ പേർക്കുണ്ടാവും. ഇപ്പോൾ തീരെ അറിയാൻ വയ്യാത്ത ഒരാളെ പറ്റി ഒരു ചാനലും റിപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരാളും ഒരു റിപ്പോർട്ടോ ഒരു ഫോട്ടോയോ കമൻറ്റ്. അപ്പോൾ അതിനൊക്കെ ഇടയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ നിലവാരം അത്രേ ഉള്ളൂ. ഇങ്ങനെ മോശം കമൻറ്റ് പറയുന്നവർക്ക് ഒരു മറുപടി കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും അത്? എത്ര പേർക്ക് കൊടുക്കും? ഒന്ന് അവരുടെ മനോരോഗം.
രണ്ടവരും മനസ്സിലാക്കേണ്ടത് അവരാരും ഒറ്റയ്ക്ക് ജനിച്ചവരല്ല. അവർക്കൊക്കെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരങ്ങൾ ചിലപ്പോൾ പലതായിരിക്കാം, ആങ്ങളെയോ അല്ലെങ്കിൽ പെങ്ങളോ ഒക്കെ ആയിരിക്കാം. അച്ഛനും അമ്മയോ ഉണ്ടോ മിനിമം? അച്ഛനും അമ്മയില്ലാതെ ഒരു മനുഷ്യനുണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ബഹുമാനിക്കാനുള്ള മിനിമം മര്യാദ, ഇപ്പം വളരെ ചെറുതിലെ അച്ഛനും അമ്മയും മരിച്ചു പോയെന്ന് തന്നെ ഇരിക്കട്ടെ, അവർ ജനിച്ചതൊരു അമ്മയുടെ വയറ്റിൽ നിന്നും ജനിപ്പിച്ചതൊരു അച്ഛനുമാണെന്നുള്ള ബോധമുള്ളവർ സമൂഹത്തിനെ കുറച്ചും കൂടി മാന്യമായിട്ട്, ഇപ്പോൾ ഒരു കാര്യം കണ്ടാൽ ഉടനെ അങ്ങ് തോന്നുന്ന പോലെ എഴുതുന്നതിന് പകരം അതിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കമൻറ്റ് ചെയ്തോട്ടെ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലല്ലേ നമ്മൾ ജീവിക്കണേ, കമൻറ്റ് ചെയ്യാം. പക്ഷെ അതിന് ഒരു വിശകലനം നടത്തിയിട്ട് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ പൊടുന്നനെ പറയുന്ന കാര്യങ്ങൾക്കും ഒന്നും ചിന്തിക്കാതെ പറയുന്നവർക്കും അതൊരു രോഗം. സത്യം, ശരിക്കും ഇത് തന്നെയാണ് മറുപടി അവർക്ക് വേണ്ടിയുള്ളത്. കുറേ ഇങ്ങനത്തെ ഈ ഒരു പ്രോസസ്സിൽ കുറേ ഡൗൺഫോൾസ് ഉണ്ടായിട്ടുണ്ട്, വളരെ ഡൗൺ ആയ ഒരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് ഉയർന്നു വന്നത്? എൻ്റെ ലൈഫിൽ 2-3 ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത് കുഞ്ഞിന് എക്സാം ആയിരുന്നു. അപ്പം തലേന്ന് രാത്രി അദ്ദേഹം മരിക്കുമ്പോൾ എക്സാം നടക്കുന്നത് കൊണ്ട് ആരും അറിയിക്കാതെ വച്ചു. അപ്പോൾ ആ ഒരു രാത്രിയിൽ മുതൽ പിറ്റേ ദിവസം പരീക്ഷ തീരുന്ന സമയം വരെ നമ്മളിത് കാണിക്കാതെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സത്യം, അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളെ വിശകലനം ചെയ്യുന്നവർക്കും നമ്മളെ മോശമാക്കി സംസാരിക്കുന്നവർക്കും നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കുമൊക്കെ എനിക്ക് പറയാനുള്ളത്, എല്ലാ മനുഷ്യരും ഭയങ്കര മോശമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവരാണ്, അല്ലെങ്കിൽ ഇനി കടന്നു പോകേണ്ടി വരാം. നമ്മളൊരു കാര്യത്തെക്കുറിച്ചും ഞാനത് എൻ്റെ ജീവിതത്തിൽ ആ നിമിഷങ്ങൾ ഞാൻ പിടിച്ചു നിന്ന അവസ്ഥ, എന്താ പറയണ, ആ ഭരതം സിനിമയിൽ ഉണ്ടാവുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അതായത് അദ്ദേഹം മരിച്ച് മോർച്ചറിയിൽ വെച്ചിരിക്കുക, ഇത് കുട്ടികളോട് കാണിക്കാൻ പറ്റില്ല. എക്സാം കഴിഞ്ഞിട്ട് ടീച്ചർ വിളിച്ചിറക്കി വണ്ടിയിൽ കൊണ്ടുവന്നാണ് ഈ വിവരം പറയണത്. അതുവരെ എൻ്റെ മുഖഭാവത്തിൽ നിന്നോ എൻ്റെ സംസാരത്തിൽ നിന്നോ ഒരു ശതമാനം പോലും അവർക്ക് ഡൗട്ട് വരാതെ പെരുമാറുക എന്ന് പറയണത് സ്ക്രീനിന് മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്ന പോലെ അല്ല. അതൊരു നിർണായകമായ അവസ്ഥയാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നിയത് എൻ്റെ അച്ഛൻ മരിച്ചത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും ടേണിംഗ് പോയിൻ്റിൻ്റെ ഈ ഇൻ്റർവ്യൂ. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തൊരു മനുഷ്യനാണ്. ലൈഫിൽ ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് വേദനകൾ, അപമാനങ്ങൾ, നല്ലതും ചീത്തയും ഒത്തിരി ഫേസ് ചെയ്ത മനുഷ്യനാണ്. പക്ഷെ പേഴ്സണലി ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ മൂത്ത മകളാണ്, ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പം എന്തുകൊണ്ടോ കുഞ്ഞിലെ എനിക്കൊരു ആൺകുട്ടിയുടെ ഒരു ധൈര്യം കൂടി, പെൺകുട്ടികളാണെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ധൈര്യമായിട്ട് എല്ലാത്തിനെയും സമീപിക്കണം, നമ്മൾ എന്ത് പ്രശ്നം വന്നാലും തളർന്നു പോവാതെ നേരിടാൻ മുന്നോട്ടിറങ്ങണം എന്ന് പഠിപ്പിച്ചത് അച്ഛനാണ്. പിന്നെ ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും അതിന് മുൻപും അതിന് പിൻപും ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ എനിക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് നിന്നത് എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മ പോലും അല്ല. സ്റ്റിൽ ഇപ്പോഴും ഞാൻ പറയണു, എല്ലാവരും പറയും അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേൾഡ് എന്ന്. എൻ്റെ മക്കൾക്ക് ചിലപ്പോൾ അത് പറയാനുള്ള സാഹചര്യം, എനിക്കങ്ങനെയല്ല. എൻ്റെ അമ്മ എനിക്കൊരു സപ്പോർട്ടും ഉണ്ടായിട്ടില്ല. അച്ഛൻ എന്ന് പറയണത് ഒന്നുമില്ല, അച്ഛൻ്റെ വാക്കുകളാണ്, അച്ഛൻ്റെ സാമീപ്യവും അച്ഛൻ്റെ വാക്കുകളും, വേറൊന്നുമല്ല. കോടി സ്വത്തൊന്നുമല്ല, അതൊന്നുമല്ല. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറയുന്നത് മെൻ്റൽ സപ്പോർട്ടാണ്. അത് നമ്മളെ ഏറ്റവും നന്നായി അറിയാവുന്ന, നമ്മളുടെ കുറവുകളും നല്ലതും ഒക്കെ അറിയാവുന്ന, നമ്മൾ വീണ് പോകുമ്പം ഇതൊക്കെ എന്ന് പറയാനൊരാളുണ്ടാവുക, അത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരാളുണ്ടാവുക ലൈഫിലെന്ന് പറയണത് നമ്മൾ ആരെ ചൂണ്ടിക്കാണിക്കും? അങ്ങനെ ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ എൻ്റെ അച്ഛൻ പോയതിന് ശേഷം ഞാൻ തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ കാര്യം, ടോട്ടലി ഐ ആം എലോൺ. എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നൊരു ധൈര്യം എനിക്കിപ്പോൾ ഇല്ല. ശരിക്കും ഒരു വലിയ കാട്ടിനുള്ളിൽ നടുക്ക് കൊണ്ടുവന്ന് എന്നെ പെട്ടെന്ന് ഇട്ട പോലെയായി. അതെനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ആക്ച്വലി. കാരണം എൻ്റെ ലൈഫിൽ ഇന്ന്
ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് ഓവർകം ചെയ്ത് കയറി ഇവിടം വരെ എൻ്റെ മക്കളെ മുമ്പേ ചോദിച്ചില്ലേ മേഘ, ചേച്ചി സിംഗിൾ പേരൻ്റായിട്ട് ഇവിടം വരെ വളർത്തിയതിന് അതിൻ്റെ പിന്നിലെ വലിയൊരു സത്യം എൻ്റെ അച്ഛനായിരുന്നു എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തത് അച്ഛൻ പോയ ശേഷമുള്ള ഈ ദിവസങ്ങളിലാണ്. നമുക്ക് ചില കാര്യങ്ങൾ ജീവനോടെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ തിരിച്ചറിയില്ല, നമുക്ക് മനസ്സിലാവത്തേ ഇല്ല. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ആരെക്കുറിച്ചാണ്? കാമുകൻ, ഭർത്താവ്, സുഹൃത്തുക്കൾ ഒക്കെയല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോർഷൻസ് അല്ലേ? പക്ഷെ അല്ല കേട്ടോ, അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഗ്യാപ്പ് വരണം. ഈവൻ എൻ്റെ അമ്മ, ഇപ്പം അച്ഛൻ്റെ മരണശേഷവും എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്ന് നിന്നില്ലേ, എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ നിന്നിരുന്നു. അപ്പം എൻ്റെ അമ്മ ഇവിടെ ഇല്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ അമ്മയോട് ഒത്തിരി റിക്വസ്റ്റ് ചെയ്ത് നോക്കി. ബട്ട് അമ്മയ്ക്ക് എന്തോ അമ്മയുടെ ഒരു നാടും അവിടുത്തെ സാഹചര്യവും ഒക്കെ വിട്ടിട്ട് വരാൻ അമ്മ മനസ്സ് കാണിക്കുന്നില്ല. പക്ഷേ ചിലപ്പോൾ അമ്മയുടെ മനസ്സമാധാനം അതായിരിക്കും. ഞാൻ അമ്മയെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അമ്മയുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി അതങ്ങനെ അങ്ങ് വിട്ടു. പക്ഷേ കംപ്ലീറ്റ്ലി ഞാൻ എലോണായി എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി. ഇതൊന്ന് ഓവർകം ചെയ്യാൻ ഞാനിപ്പോൾ സ്റ്റിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോഴും ഞാൻ അതൊന്ന് സർവൈവ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. മാമിൻ്റെ ആക്ടിങ് കരിയർ ഏർലി ഏജിൽ തന്നെ തുടങ്ങിയതാണ്, കൊച്ചിലെ തന്നെ. എങ്ങനെയായിരുന്നു അത്? ഇത്രയും വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് തുടങ്ങിയത് എങ്ങനെയാണത്? തുടങ്ങിയത് ചെറിയ ഷോർട്ട് ഫിലിമിലൂടെയാണ് ഫസ്റ്റ് ക്യാമറയുടെ മുന്നിൽ വരുന്നത്. TV ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വലിയ പത്രപ്രവർത്തകനുണ്ടായിരുന്നു. സാറ് ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിമിൽ, അച്ഛൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു ഷോർട്ട് ഫിലിമിലായിരുന്നു. അന്ന് തുളസി അങ്കിളിൻ്റെയൊക്കെ മകളായിട്ടാണ് ഞാൻ അഭിനയിച്ച് തുടങ്ങുന്നത്. ശേഷം പിന്നെ ഇങ്ങോട്ട് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പർപ്പസ്ഫുള്ളി ഞാൻ ചെറിയൊരു പീരീഡ് മാറി നിന്നതൊഴിച്ചാൽ ഇതുവരെ എനിക്ക് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ബിക്കോസ് ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യില്ല. ഒരു വർക്ക് കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് എടുത്ത് അടുത്തത് ചെയ്യും, കുറച്ച് സെലക്റ്റീവായിട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആകാം മേ ബി ഇതുവരെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഈ നിമിഷം വരെ. ഈ അഭിനയത്തിനൊപ്പം തന്നെ സമയമില്ലെന്നും പറഞ്ഞു, പക്ഷെ അതിനൊപ്പം തന്നെ മാം ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. അതെങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം? അത് ഞാൻ ചെയ്യാത്ത ബിസിനസ്സുകൾ വളരെ ചുരുക്കാട്ടോ. ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി കുറച്ചുകൂടി വലിയ സ്കെയിലിലായിരുന്നത് കൊണ്ടും കുറേ നാൾ നിന്നതുകൊണ്ടും ഇപ്പോഴും നിൽക്കുന്നതുകൊണ്ടുമാണ് ഒരു പക്ഷേ മേഘയ്ക്ക് അറിയാവുന്നത്. അതിനു മുൻപ് ഞാൻ എന്തൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? കുറേ ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. ചെയ്തതിൽ 100 ചെയ്താൽ 99 തോറ്റുപോകും. 99 തോറ്റിട്ട് 100ാമത്തെ തുടങ്ങാനുള്ള 99 തോക്കുമ്പോൾ നമ്മൾ വീണ്ടും ജയിക്കാൻ വേണ്ടി പോരാടും. അതുകൊണ്ടല്ലേ ഞാൻ സിംഗിൾ മദറായിട്ട് ഇവിടം വരെ നിൽക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ജയിച്ചവരെക്കാൾ കൂടുതൽ തോറ്റവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് 99 തോൽവികളിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട, എങ്ങനെ കാലെടുത്ത് വെക്കണം, അത് കുഴിയിലേക്കായിരിക്കോ. എന്നാലും നമുക്ക് പ്രശ്നങ്ങൾ വരാം. എങ്കിലും ഒരു വലിയ പുസ്തകം പഠിച്ചിറങ്ങുന്ന എഫക്റ്റ് ഉണ്ടാവും തോൽവിയിൽ നിന്ന്. ജയത്തിൽ നിന്ന് അങ്ങനെയല്ല. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, പെർഫെക്റ്റാണ്, ഇനി ഇതിന് മുകളിലില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. അതൊരു പക്ഷേ എത്രത്തോളം സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ഒരുപാട് തോൽവികളിൽ നിന്ന് എപ്പോഴായാലും ഒരു ജയം ഉണ്ടാവും. ആ ജയം നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അത് എപ്പോഴായാലും നിലനിന്ന് പോവും നമ്മൾ. എനിക്ക് 99 തോറ്റതിൽ വിഷമമൊന്നുമില്ല. ഒത്തിരി പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ എന്നിൽ തന്നെ എനിക്ക് ഇത് ചെയ്യുന്നത് ശരിയല്ല ഉമേ, ഇത് ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെയല്ല മൂവ് ചെയ്യേണ്ടത്, അല്ലെ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, ഇങ്ങനെയല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാൻ പഠിച്ചു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ ശൈലി ഒന്ന് മാറ്റിയിരുന്നെങ്കിലെന്ന്. ഫിസിക്സും കെമിസ്ട്രിയും പിന്നെ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുന്നതല്ല ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണത്. ഇതിൽ നമ്മുടെ എഡ്യൂക്കേഷനിൽ തന്നെ ഉൾപ്പെടുത്താൻ താല്പര്യപ്പെടുന്ന എന്തൊക്കെയാണ് ഞാൻ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ എങ്ങനെയൊക്കെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ശരിക്കും ഒരുപാട് അറിവുള്ള ആൾക്കാരൊക്കെ കൂടെ കൂടി ചേർന്നിരുന്നിട്ട് അതിനെ എന്ത് തരത്തിൽ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കണ്ടു. വേറൊരു രാജ്യത്ത്
ഒരു 4ാം ക്ലാസ് വരെ പിന്നെ പാഠ്യപദ്ധതികളില്ല, അതായത് വിഷയങ്ങളില്ല. അവരെ കൊണ്ടുവരുന്നു, കുഞ്ഞുങ്ങളെ ഇരുത്തുന്നു, അവർക്ക് ഉറങ്ങാൻ സമ്മതിക്കുന്നു, അവരെ കളിക്കാൻ വിടുന്നു, ഓരോരുത്തർക്കുമുള്ള ടാലൻറ്റ് അവർ ഒബ്സർവ് ചെയ്തിട്ട് അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതായത് അവർക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ തോന്നണം, ഇതൊരു ഭാരമല്ല എന്ന് തോന്നാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും സ്വന്തം. പിന്നെ അവിടെ ആ സ്കൂളുകളിൽ പിന്നെ ഇവിടെ ക്ലീനിങ് സ്റ്റാഫുകളില്ല, ക്ലീനിങ് സ്റ്റാഫ് ഇല്ല. അതായത് ഈ കുട്ടികൾ തൂക്കും, ബെഞ്ച് തുടയ്ക്കും, കാര്യങ്ങൾ ചെയ്യും. അതായത് അപ്പോൾ അവർ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അതായത് എനിക്ക് ഇതൊക്കെ ചെയ്യണം, ഒരു സ്ഥലത്ത് പെട്ടെന്ന് പോയാൽ തൂക്കണം, തുടയ്ക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, വെള്ളം എടുത്ത് കുടിക്കണം, ചോറ് തനിയെ കഴിക്കണം, പിന്നെ അങ്ങനെയൊക്കെയുള്ള പ്രാഥമിക കാര്യങ്ങളും അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് കാര്യങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചുകൊണ്ട് അത് പഠിക്കണം, എല്ലാത്തിനെക്കുറിച്ചും അറിവ് വേണം. പക്ഷേ ഒരു ബേസ് ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നൊരു 4ാം ക്ലാസ് വരെയെങ്കിലും പാഠ്യപദ്ധതികൾക്കും അപ്പുറത്തേക്ക് ഒരുപാട് അവരെ ഇങ്ങനെ വിടണം, അവരെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടണം, അറിയട്ടെ, ഫ്രീ ആയിട്ട് വിടണം. അവർ ചിലപ്പോൾ ചിലപ്പോൾ പല വിഷയങ്ങളിൽ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടികളെ തോൽക്കുന്നതിനകത്ത് കൺസേൺ അല്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് ടെൻഷനുണ്ട്, കാരണം ഞാൻ ഒറ്റയ്ക്ക് പഠിപ്പിക്കുമ്പോൾ അവർ തോൽക്കാതെയെങ്കിലും ഭയങ്കര മാർക്ക് എന്നുള്ളതല്ല അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അവൻ ഒരു പ്രാവശ്യം തോക്കുമ്പോൾ അല്ലെ അവൾ ഒരു പ്രാവശ്യം തോക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത്, അവർ ജീവിതത്തിൽ പിന്നെ പ്രയാസപ്പെടും. അപ്പോൾ ആ പ്രയാസത്തിൽ നിന്ന് പെട്ടെന്ന് കയറി വരാൻ അവർ പഠിക്കും. ജയിച്ചോന്നിരിക്കട്ടെ, ഇവർ വലിയൊരു വീഴ്ച വീണ അവർ കയറി വരത്തില്ല. സത്യത്തിൽ ഈ തോറ്റതെന്ന് വെച്ചാൽ കുഴപ്പമില്ല. മാമിൻ്റെ ലൈഫിൽ എടുത്ത് നോക്കിയാൽ തന്നെ തോറ്റു എന്നാരും ചോദിക്കത്തില്ല, നമ്മളിപ്പോൾ എവിടെ എത്തിയെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അതിൻ്റെ പുറകിലത്തെ ഒരു ജേർണി അതാണ് മേഘ എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, ഞാൻ ഇത്രയും തവണ എൻ്റെ പേഴ്സണൽ ലൈഫിൽ, പ്രൊഫഷണൽ ലൈഫിൽ, ബിസിനസ് ലൈഫിൽ, ഇപ്പോൾ പ്രൊഫഷണൽ ലൈഫ് എന്ന് വെച്ചാൽ ഞാൻ എനിക്കൊരു കിട്ടിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു അഭിനേത്രിയായിട്ട് ഈ ലോകത്തിൻ്റെ മുന്നിൽ അറിയപ്പെടണം. അതിപ്പോൾ ബിഗ് സ്ക്രീനിൽ വലിയൊരു സംഭവമായിട്ട് വന്നില്ലെങ്കിൽ കൂടി ഇപ്പോഴും ആ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹവും മറ്റുള്ള എല്ലാ മനുഷ്യരുടെ സപ്പോർട്ടും സ്നേഹവും കൊണ്ടാണ്. അപ്പോൾ അതിൽ ഞാൻ ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ കരിയറിൽ ഒരു നടി എന്ന നിലയിൽ ഒരു വലിയ കഥാപാത്രം, ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു ശക്തമായ ഒരു കഥാപാത്രം ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കഥാപാത്രങ്ങളും ചെയ്തിട്ട് മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അതൊരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ മോഹമാണ്. അപ്പോൾ ആ മോഹം എനിക്കും ഉണ്ട്, അത് കിട്ടണേന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങേയറ്റം നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, എന്തെങ്കിലും നടക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അതേപോലെ പേഴ്സണൽ ലൈഫിലും ഒരു തോൽവികളുടെ ഒരു ഘോഷയാത്രയാണ് എൻ്റെ ലൈഫ്. പിന്നെ ബിസിനസ്സിലാണെങ്കിലും ഒരുപാട്. അപ്പം ഞാൻ എന്നിട്ടും ഇപ്പം മേഘ മുമ്പേ ചോദിച്ചില്ലേ ചേച്ചി, ഈ സിറ്റുവേഷൻസിലും എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, സിംപ്ലി ഇത്രേ ഉള്ളൂ. ഒന്ന്, ചാഞ്ഞിരിക്കാൻ എനിക്ക് തോളില്ല, ഞാൻ തനിയെ ജീവിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഞാനെങ്കിൽ ഞാൻ ഇത്രയും ചിലപ്പോൾ ചെയ്യില്ല, ഞാൻ മടിച്ചായേനെ. ഉള്ളത് കൊണ്ടൊക്കെ ഞാനങ്ങ് തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്തവനെ. പക്ഷേ എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അവരെനിക്ക് ഭാരമല്ല കേട്ടോ. എൻ്റെ മക്കൾ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യവും എൻ്റെ ഏറ്റവും വലിയ ബലവുമാണ്. പക്ഷെ അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അധ്വാനിക്കാൻ എനിക്ക് മടിയില്ല. തോറ്റാലും അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ഞാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. എനിക്ക് സപ്പോർട്ടില്ലാതെ ഞാൻ മുന്നോട്ട് പോകണം. അതുകൊണ്ട് സപ്പോർട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ സുഹൃത്തുക്കളൊക്കെ, ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളും ആൾക്കാരും ഒക്കെ എല്ലാവരും എന്നോട് ചോദിച്ചു. ആക്ച്വലി മോള് ഭയങ്കര ബ്ലെസ്ഡാണ്, കാരണം എൻ്റെ സഹോദരങ്ങളെക്കാൾ, എൻ്റെ റിലേറ്റീവ്സിനേക്കാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ്. അത് എൻ്റെ അച്ഛൻ മരിച്ച നിമിഷം മുതൽ അച്ഛൻ്റെ 16ൻ്റെ ചടങ്ങ് കഴിയുന്നത് വരെ, വിശ്വസിക്കോ? ഇല്ല, ഒരിക്കലും. അത്രയും ക്ലോസ് ആയിട്ട് എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബ്ലെസ്ഡ് അല്ലേ? തീർച്ചയായിട്ടും ആണ്. അപ്പോൾ എനിക്കത് മതി. ഐ എം സോ ഹാപ്പി. അത് മതി എനിക്ക്. എൻ്റെ മക്കളെ ഇവിടം വരെ പഠിപ്പിച്ചില്ലേ, നാളെ ഇപ്പം ഞാൻ മരിച്ചു പോയാലും എൻ്റെ മോൻ +2-നായി, മോള് ഡിഗ്രി കഴിഞ്ഞു, അവർക്കൊരു ചെറിയ ജോലിയെങ്കിലും, ജീവിതമാർഗത്തിലുള്ളൊരു ചെറിയ ജോലിയെങ്കിലും സമ്പാദിക്കാനുള്ള ആരോഗ്യവും വിദ്യാഭ്യാസവും വരെ എത്തിയില്ലേ. അവരിനിയിപ്പം വേറെ വലിയ ലെവലിൽ എത്തുക എന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലില്ല. അവർക്ക് ഞാനില്ലാതെ, ആരെയും ആശ്രയമില്ലാതെ, ഏതെങ്കിലും ഒരു താനിൽ ഭക്ഷണം കഴിച്ച് അവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റുന്ന, അധ്വാനിക്കാൻ പറ്റുന്ന ഒരു ജോലി സ്വന്തമാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എത്തിച്ചു. ഇനഫ്.
പേഴ്സണൽ നോട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മാമിന്റെ ലൈഫ് മാം സക്സസ് ആക്കി എടുത്തൊരു സ്റ്റോറിയാണ് മാമിന്റെ ലൈഫ് ശരിക്കും. കാരണം കുട്ടികളെ സക്സസ് ആയെന്ന് എനിക്കറിയില്ല മേഘ, പക്ഷെ സ്റ്റിൽ ഞാനിപ്പോഴും ഉണ്ട്, തീർന്നിട്ടില്ല. കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയി, അവർക്കിപ്പോ സ്വന്തം കാര്യങ്ങൾ നോക്കാറായി. അതുവരെ മാം ആണ് നോക്കിയത് അവരെ. ആ ഒരു വേറെ ആർക്കും, എൻ്റെ അച്ഛനുണ്ട് അതിൽ കുറേ പങ്കുണ്ട്, പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കുണ്ട്, വേറെ ആർക്കും ഇല്ല. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പെണ്ണിന്റെ വിഷമം ഒരു പെണ്ണിനെ മനസ്സിലാകത്തുള്ളൂ എന്ന്. അപ്പൊ ആ ഒരു വിഷമ സാഹചര്യത്തില് ഒരു സ്ത്രീ തന്ന അങ്ങനെ ഞാൻ പറയില്ല മേഘെ. അല്ല, അത് എന്താ യോജിക്കുന്നില്ല. യോജിക്കുന്നേ ഇല്ല. കാരണം എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് ആൺസുഹൃത്തുക്കളാണ്. ആണ്. എൻ്റെ പെൺസുഹൃത്തുക്കൾക്ക് എന്നോട് ഇഷ്ടവും സ്നേഹവും മനസ്സിലാക്കലും ഒക്കെ ഉണ്ടാവാം, പക്ഷെ അവർക്കൊരു പക്ഷേ എൻ്റെ കൂടെ വന്ന് നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവരുടെ സിറ്റുവേഷൻസ് ആയിരിക്കും, അതിന് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ആൺസുഹൃത്തുക്കൾ ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും ഉമ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ അവൾക്ക് വേറെ ബാക്ക് സപ്പോർട്ടുകളില്ല, അവൾക്കൊരാവശ്യം വന്ന് നമ്മൾ ഓടിയെത്തണമെന്ന് പറയുന്ന ഒരു 100 പിള്ളേർ ആൾക്കാർ കൂടെയുണ്ട്. അവരെല്ലാവരും, അപ്പം ഞാൻ ഒരിക്കലും ഞാനത് പറയത്തില്ല. കാരണം പെണ്ണിനെ മതി. എൻ്റെ പെൺസുഹൃത്തിനേക്കാളും മനസ്സിലാക്കുന്ന ആൺസുഹൃത്തുക്കളുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കാൻ വന്നത് ഒരു പെൺ സുഹൃത്ത് തന്ന അഡ്വൈസ് എന്നാണ്. നമുക്കത് റീഫ്രേസ് ചെയ്യാം. അങ്ങനെ പറയുകയും ചെയ്യരുത്. സുഹൃത്ത് എന്ന് പറയുന്നത്, സുഹൃത്ത് തന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു അഡ്വൈസ് എന്തായിരുന്നു മാമിന്റെ ലൈഫിൽ? ഇത്രയും വർഷം എൻ്റെ ഒരു 17 വയസ്സ് മുതൽ ഞാനിങ്ങനെ പ്രോബ്ലം ഡേ ബൈ ഡേ ഹെവി ഇഷ്യൂസ് ഫേസ് ചെയ്ത് ജീവിച്ച ഒരാളാണ് ഞാൻ ഇതുവരെ. അപ്പോൾ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഓൾമോസ്റ്റ് ഇവരൊക്കെ പറയും, നീ കഴിഞ്ഞു വന്ന കാലയളവിനോളം ഇല്ല ഇപ്പോൾ, പിന്നെ നീ എന്തിനാ തളരുന്നേ? സിമ്പിൾ അല്ലേ? അത് കേട്ടാൽ മതി. നീ കഴിഞ്ഞു വന്നതെന്ന് വെച്ചാൽ പറയാനും ചിന്തിക്കാനും പറ്റാത്ത പ്രശ്നങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതിനോളം ഒന്നുമില്ല ഇത്, പിന്നെ നീ എവിടെയാണ് നീ തളരുന്നത്, നീ എവിടെ എത്തി? പിന്നെ എൻ്റെ ചില കൂട്ടുകാർ പറയേണ്ട അടുത്ത്, നീ ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയേ, നിൻ്റെ 2 മക്കൾ ഇവിടെ വരെ എത്തിയില്ലേ? അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആവും. അപ്പം ഞാൻ ഓക്കെ ഫൈൻ. അതുപോലെ തന്നെ മാഡത്തിൻ്റെ ലൈഫിൽ മാമിന് തോന്നുന്ന ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്താണ്? എനിക്ക് തോന്നിയത്, ഞാൻ അഭിനയിക്കാൻ വേണ്ടി മാത്രം ജീവിക്കാൻ തുടങ്ങിയ ഒരാളാണ്. അഭിനയത്തോടുള്ള ഇഷ്ടം കാരണം അത് മാത്രം മതി എന്ന് വെച്ച് വിദ്യാഭ്യാസത്തിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഫോക്കസ് ചെയ്യാതെ ഇത് മാത്രം എന്ന് കരുതിയ ഒരാളാണ്. പക്ഷേ അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതുണ്ട്, പക്ഷെ അതൊരു മെയിൻ പ്രൊഫഷനാക്കി എടുക്കണമെങ്കിൽ ഞാൻ സക്സസ് ആവണം. 10,000 പേര് ഈ രംഗത്ത് വരുമ്പോൾ അതിലൊരു 200 പേരാ സക്സസ്. ബാക്കി 9,800 പേര് അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ചിലർ വീണ് പോവും, ചിലരവിടെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ നിൽക്കുന്ന കൂട്ടത്തിലൊരാളാണ് ഞാനും. അപ്പം ഞാൻ എന്ത് വേണം? ഫിനാൻഷ്യലി മറ്റൊരു കാര്യം കൂടി കണ്ടുപിടിക്കണം. അതാണ് ഈ തോറ്റുപോയ ബിസിനസ്സുകളൊക്കെ എന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ചിന്തിച്ചിറങ്ങാൻ തോന്നിയത്. ആ ഒരു തീരുമാനമെടുക്കുന്നതിലൂടെ ആയിരിക്കും ഒരുപക്ഷെ എൻ്റെ ലൈഫ് ഇങ്ങനെയെങ്കിലും റൺ ചെയ്യുന്നത്. അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടർ എന്ന ലെവലിൽ മാത്രം നിന്ന ഒരുപാട് പേര് ഇന്ന് വല്ലാത്ത പ്രതിസന്ധികളിലുള്ളവർ. സക്സസ് ആയവരല്ല കേട്ടോ ഞാൻ പറയണേ, അല്ലാതെ സക്സസ് ആയവരെ മാത്രമേ നിങ്ങൾ ഈ മീഡിയ കാണുന്നുള്ളൂ, ജനങ്ങൾ കാണുന്നുള്ളൂ. എപ്പോഴെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഇല്ലാതിരുന്നവരെ പറ്റി ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ടേണിംഗ് പോയിൻറ്റുകാരെ എപ്പോഴെങ്കിലും പോയി അന്വേഷിച്ചൊരു ന്യൂസ് എടുത്തിട്ടുണ്ടോ? ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടോ? 10 വർഷം മുൻപ് വളരെ കളർഫുള്ളായിട്ട് നിന്ന ഒരു ആർട്ടിസ്റ്റ് എവിടെയെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ആരും അന്വേഷിക്കില്ല. ജയിച്ചവരെ മാത്രമേ എന്നും ജീവിതത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ളൂ. തോറ്റുപോയവരെ എവിടെയെന്ന് പോലും ആരും ചോദിക്കില്ല. അപ്പോൾ അവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുന്നതിന് കാരണം ഞങ്ങളുടെ ആത്മയുടെ പ്രസിഡൻറ്റ് മിസ്റ്റർ KB ഗണേഷ് കുമാർ സാറ്, ഇപ്പോഴത്തെ മന്ത്രി, അദ്ദേഹം എപ്പോഴും ഞങ്ങളുടെ അസോസിയേഷൻ്റെ ആനുവൽ മീറ്റിങ്ങിന് ഞങ്ങളോട് പറയും, നിങ്ങളിത് ഇഷ്ടപ്പെട്ട ജോലിയാണ് എങ്കിലും സൈഡിലൂടെ സ്ത്രീകളും പുരുഷന്മാരും ഒരു ചെറിയ കച്ചവടം തുടങ്ങും. ചായ കച്ചവടം ആവട്ടെ, ലോട്ടറി കച്ചവടമാകട്ടെ, എന്തെങ്കിലും ഒരു ചെറിയ കച്ചവടം കൂടെ നിങ്ങളെപ്പോഴും സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി തുടങ്ങണം. ആദ്യമൊക്കെ എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇദ്ദേഹം എന്ത് ചെയ്യും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഓരോ സമയം കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി അദ്ദേഹം ഉദ്ദേശിച്ചതാണ് കറക്റ്റ്. നമുക്ക് നിൽക്കണം, സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം,
മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ ഫാമിലി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ കുഞ്ഞുങ്ങളും കുടുംബാന്തരീക്ഷവും കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകണം. ഇതെല്ലാം വേണം. അപ്പോൾ ഇത് ഈ ഒരു ലെവലിൽ നിന്ന് മാത്രം പറ്റില്ല, മറ്റൊന്നും കൂടെ നോക്കണം. അങ്ങനൊരു തീരുമാനം ഞാൻ എപ്പോൾ എടുത്തോ അതിന് ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റായിട്ട് ഞാൻ കരുതും. അന്നപ്പോൾ ശ്രദ്ധിച്ചു മാഡത്തിന്റെ കയ്യിലൊരു മോതിരം ഉണ്ട്, അതിലൊരു പടവും മൂക്കുത്തി എന്തായിരുന്നു എന്താ അത്? അങ്ങനെ ചോദിച്ചാൽ ശ്രുതി ബാബ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു 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 എന്താ പറയുക, ഒരു വലിയ വേൾഡാണ്. പിന്നെ ഞാൻ ശിവഭക്തയാണ്. എല്ലാ ദിവസവും ഭഗവാനെ കുറച്ച് സമയങ്ങളും ഭഗവാന്റെ അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിലും കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്, നീ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിനക്ക് എന്താ ഗുണം? ഗുണത്തിനല്ല കേട്ടോ അത് ചെയ്യണേ. അപ്പം ഞാൻ ഭഗവാന്റെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചൊന്നും പറയാത്തത് കൊണ്ട് തന്നെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് പറയാൻ പറ്റും. എൻ്റെ അച്ഛനോടോ അമ്മയോടോ പറയുന്ന പോലെ പറയാൻ പറ്റും. പിന്നെ ആ സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ ഞാനൊന്ന് റിലാക്സ്ഡ് ആവും. ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ ഫുൾ ബോഡി മൈൻഡും റിലാക്സ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ആ ഒരു 10-18 മണിക്കൂർ ജോലി ചെയ്യാനുള്ള എനർജി നമുക്ക് ചിലപ്പം കിട്ടും അതിൽ നിന്ന്. ശരിക്കും അപ്പോൾ അത് നമ്മളൊരു കാര്യത്തിൽ ഉറച്ച് വിശ്വസിച്ച് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്കൊരു എനർജി ഫീൽ ചെയ്യും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളാണ് നമ്മളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത്. അപ്പം എൻ്റെ എനർജി ലെവലിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. ഞാൻ ഭഗവാന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ദൈവമേ ഇന്ന് എനിക്ക് ആ സംഭവം ശരിയാക്കി തരണേ, അല്ലെങ്കിൽ അത് ഓക്കെ ആക്കി തരണേ, ആ വർക്ക് എടുത്ത് തരണേ, അങ്ങനെ ഒന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഞാൻ കുറച്ച് സമയം ഭഗവാന്റെ അടുത്ത് നിൽക്കും, ഭഗവാന്റെ അടുത്ത് സംസാരിക്കും. ഒരു സെക്കൻഡ് കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ എൻ്റെ മഹാദേവനെ കാണുന്നത്. അപ്പം ശ്രീകണ്ഠേശ്വരത്താണ് പോവുക. അപ്പോൾ അമ്മയും അച്ഛനും ഉണ്ട് അവിടെ. അപ്പോൾ ഡെയിലി പോയി അമ്മയും അച്ഛനെയും കാണുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം നമുക്ക് എന്താണോ അതാണ് എനിക്ക് അങ്ങനെ. പിന്നെ ഒരു ബലം, ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, ഒരു ബലമാണ് നമുക്ക് ഇന്നതുണ്ട്, നമ്മുടെ കൂടെ ഇതുണ്ട് എന്നുള്ളൊരു നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന ഒരു ബലമാണ് നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നത്. മാം ജനങ്ങൾക്ക് അല്ലെങ്കിൽ മാമിനെ പോലെ ഇൻഡിപെൻഡൻ്റ് ആയി അല്ലെങ്കിൽ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന കുറേ പേരുണ്ട്. സിംഗിൾ മദേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ തോറ്റുപോയിക്കോട്ടുണ്ട്. അവർക്ക് മാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു അഡ്വൈസും കൂടെ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ജീവിതത്തിൽ നമുക്ക് നമ്മളേ ഉള്ളൂ എന്നുള്ള സത്യം ഉൾക്കൊള്ളണം. എല്ലാവരും ചുറ്റിനും ഉണ്ടാവും. അച്ഛനായി, അമ്മയായി, സഹോദരങ്ങളായി, മക്കളായി, കൂട്ടുകാരികളായി, കൂട്ടുകാരന്മാരായി, നാട്ടുകാരായി, എല്ലാവരും അവരവരുടെ പൊസിഷനിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് മാത്രമേ നമ്മളെ തകർക്കാനും നമ്മളെ നടത്താനും പറ്റുള്ളൂ. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഇപ്പം മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്ഷൻ, മദ്യപാനമല്ല മാത്രമല്ല ഏത് ലെവൽ ഓഫ് അഡിക്ഷനിലേക്കും പോകരുത്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടുള്ളവർ പറയും സന്തോഷിച്ചിരിക്കുമ്പോഴും സങ്കടപ്പെട്ടിരിക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കരുതെന്ന്. അത് പഴയ ആൾക്കാർ പറയുന്നതിനകത്ത് ഒരുപാട് സൈക്കോളജി ഉണ്ട്. പഴയ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ ചിരി വരും, ഓ പിന്നെ എന്നൊക്കെ പറയും. പക്ഷെ അതൊരു സൈക്കോളജിക് ഫാക്റ്റാണ്. ഒരുപാട് സന്തോഷത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റായിരിക്കും, ഒരുപാട് സങ്കടത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനവും തെറ്റായിരിക്കും. വളരെ സമാധാനപരമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് കാര്യത്തിന് തീരുമാനം എടുത്താലും അത് കറക്റ്റായിരിക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ വിചാരിക്കുന്ന സ്പീഡിൽ, വിചാരിക്കുന്ന അളവിൽ ചിലപ്പോൾ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ ഒരു ജീവിത പ്രശ്നമാണെങ്കിലും തൊഴിൽ പ്രശ്നമാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും അതിന് ഒത്തിരി കടമ്പകൾ കടക്കേണ്ടി വരും. ഒത്തിരി പ്രാവശ്യം നമ്മൾ വീഴും, ഒത്തിരി തവണ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി. ഇതൊന്നും എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ ഇരട്ടിയായിട്ട് എണീറ്റ് ഓടണം. ഇനിയിപ്പോൾ കാലും കൈ ഒടിഞ്ഞു വീണ അതിൻ്റെ ആ വേദന അല്ലെങ്കിൽ ആ മുറിവ് ഉണങ്ങുന്ന സമയം കഴിഞ്ഞാൽ വീണ്ടും എഴുന്നേറ്റ് ഓടാൻ നമുക്ക് പറ്റുന്നിടത്ത് മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ തീർന്നു പോകും. ബ്യൂട്ടിഫുൾ മെസ്സേജാണ് ഇപ്പോൾ ഈ കൊടുക്കുന്നത്. വി ക്രിയേറ്റ് അവർ ഹാപ്പിനെസ്, ഫെയിലിയർ ഇസ് നോട്ട് ദി എൻഡ്. സത്യം, ഇതൊരു ട്രൂ ഇൻസ്പിറേഷൻ ആയിട്ട് നാം ഇനിയും തുടരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മേഘ, താങ്ക് യു.